ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സ്കോർപ്പിയോയ്ക്ക് വേണ്ടിയിട്ട് മന്ത്ലി മെയ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ എനർജി നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലും കുറേ ആക്റ്റീവാണ്. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, സ്ക്രീനിൻ്റെ മുകളിൽ. അതല്ലച്ച ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്ക് എൻ്റെ ഹാൻഡിൽ ചെക്ക് ചെയ്യാം. ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എന്നെ അവിടെയും മെസ്സേജ് ചെയ്യാം, ഒരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ. അതല്ലാണ്ട് അവിടെ ഒരു വേറെ തരത്തിലാണ് വീഡിയോസ് ഉണ്ടാവാറ്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് അവിടെയും കിട്ടും. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിട്ടുണ്ട്. അതും ക്ലിക്ക് ചെയ്ത് ചാനലിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് നിങ്ങളുടെ മെയ് മാസത്തിൻ്റെ മെസ്സേജസ് എന്താണെന്ന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ സ്കോർപ്പിയോ, നിങ്ങളുടെ മെയ് മാസത്തിൻ്റെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. മെയ് മാസത്തിൻ്റെ ഓവറോൾ എനർജി സ്കോർപ്പിയോയ്ക്ക് വേണ്ടിയിട്ട്. സ്കോർപ്പിയോ, നിങ്ങളുടെ മെയ് മാസം ഓവറോൾ എനർജി നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ പാസ്റ്റിൽ എനർജി ഉള്ളത് മൂൺ. കറണ്ട് എനർജി നിങ്ങളുടെ 4 ഓഫ് സോഡ്സ്. ഫ്യൂച്ചർ എനർജി 3 ഓഫ് പെൻറ്റക്കിൾസ്. ചാലഞ്ച് നിങ്ങൾക്ക് 3 ഓഫ് സോഡ്സ് ആണ് ഈ മാസം. അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 8 ഓഫ് പെൻറ്റക്കിൾസ്. ഹിഡൻ ഫാക്ടറിൽ 5 ഓഫ് വാൻഡ്സ്. ഔട്ട്കം നിങ്ങളുടെ ഈ കാർഡ്. അപ്പോൾ സ്കോർപ്പിയോ, നൈറ്റ് ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇതൊരു ഇംപേഷ്യൻ്റ് എനർജിയാണ്, ഒരു ക്വിക്ക് മൂവിങ് എനർജിയാണ്. എന്ന് വെച്ചാൽ ഈ മാസം കുറേ ഇവൻറ്റ്സ് ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ, കുറേ കാര്യങ്ങൾ മുമ്പോട്ട് പോവും. പക്ഷേ നിങ്ങൾക്ക് അത്ര സമയം കിട്ടില്ല ഒന്നിനും. പറഞ്ഞാൽ കുറേ ഒരു ഹെക്ടിക് എനർജിയാണ് നിങ്ങളുടെ ഉണ്ടാവുക. അതുമാത്രമല്ല, ഏതോ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വരാൻ പോകുന്നുണ്ട്. ഇത് വെരി സൂൺ ഒരു മെസ്സേജ് ആയിരിക്കും, ഇതൊരു കമ്മ്യൂണിക്കേഷനും ആവാം, ഒരു കോൾ ആവാം. പക്ഷേ ഇത് വേഗം ഉണ്ടാവാൻ പോണ, ഒരു ഉടനെ ഉണ്ടാവാൻ പോണ എനർജിയാണ് ഇത് നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ. ഈ സംഭവം ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ആക്ഷനും ഉടനെ എടുക്കേണ്ടി വരും. നിങ്ങൾക്ക് അത്ര സമയം കിട്ടില്ല ആലോചിക്കാൻ. അപ്പോൾ ഈ നൈറ്റ് ഓഫ് സോഡ്സ് എനർജി എന്താണ്? ചിലവർക്ക് ഇതൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. അതല്ല വെച്ചാൽ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു റൊമാൻറ്റിക് മെസ്സേജോ എന്തോ അങ്ങനെയാണ്. ഓക്കെ, 8 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ ആൻഡ് കിങ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ കിങ് ഓഫ് കപ്സ് നിങ്ങളുടെ എനർജിയാണ്. 8 ഓഫ് കപ്സ് ഒരു സെപ്പറേഷൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളും ഏതോ ഒരു പേഴ്സൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാരണം ഒരു സെപ്പറേഷൻ ഞാനിവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് എല്ലാവർക്കും പറഞ്ഞാൽ അത് വേറെ മാതിരിയായിരിക്കും. പറഞ്ഞാൽ എല്ലാവർക്കും ഒരു മാതിരി ആവില്ല. പക്ഷെ ചിലവർക്ക് ഇതൊരു ഫൈറ്റാണ്, പറഞ്ഞ ഒരു വഴക്കാണ്. അതല്ല വെച്ചാൽ നിങ്ങളും ഏതോ ഒരു പേഴ്സൻ്റെ ഇടയ്ക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ആവാം. അപ്പോൾ എന്തായാലും ഇവിടെ ഞാനൊരു സെപ്പറേഷനാണ് കാണുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയ്ക്ക്. ഇതൊരു ഫ്രണ്ട്ഷിപ്പും ആവാം. നിങ്ങളുടെയും ഒരു ഫ്രണ്ടിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് അവിടെ ഒരു സെപ്പറേഷൻ അതും ആവാം. അപ്പോൾ മൂൺ എനർജിയാണ് പാസ്റ്റിൽ. മൂൺ ക്യാൻസർ എനർജി, പൈസീസ് എനർജിയാണ്. മൂൺ സീക്രറ്റ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ പാസ്റ്റിൽ എന്തോ ഒരു കാര്യം പുറത്തു വന്നു, പറഞ്ഞ ഒരു സീക്രട്ട് റിവീലായി. ഈ സീക്രട്ട് എന്തായിരുന്നു വെച്ചാലും കുറേ ഒരു വലിയ ഷോക്കായിരുന്നു. അതിൻ്റെ കാരണം നിങ്ങൾ കുറേ ഡിസപ്പോയിൻറ്റഡ് ആയി. ഈ സീക്രട്ട് പുറത്തു വന്നപ്പോൾ നിങ്ങൾക്ക് കുറേ വിഷമമായി, ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായി. നിങ്ങൾക്ക് ഈ പേഴ്സണിൻ്റെ കൂടെ ഒട്ടും ഒരു കോണ്ടാക്റ്റ് വെക്കണം എന്നുണ്ടായില്ല. അവർ കുറേ ശ്രമിച്ചു നിങ്ങളുടെ കൂടെ സംസാരിക്കാൻ, കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാൻ.
പക്ഷെ നിങ്ങളുടെ സൈഡിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഇവിടെ ഈ പേഴ്സണെ കട്ട് ഓഫ് ചെയ്തു. ഇവിടെ ഒരു എൻഡിങ് ആണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 8 ഓഫ് കപ്സ് കാണുന്നത്. എന്നുവെച്ചാൽ ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടായി. ഇപ്പോൾ കറണ്ട് എനർജിയിൽ നിങ്ങൾ ഇപ്പോഴും ഒരു സെപ്പറേഷനിലാണ്, പക്ഷേ ഹീൽ ചെയ്യാൻ നോക്കണു, ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരാൻ നോക്കണു, റിക്കവർ ചെയ്യാൻ നോക്കണു. 4 ഓഫ് സോഡ്സ് ഇവിടെ എന്താണ്? സ്റ്റാർ എനർജിയും ഹീലിംഗ്ഡ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ ഒരു ഹോപ്പ് ഉണ്ട്, അത് നിങ്ങളുടെ ലൈഫിലൊരു പുതിയ ബിഗിനിങ് ഉണ്ടാവും. ഈ പാസ്റ്റിൻ്റെ കാര്യം നിങ്ങളെ അത്ര എഫക്റ്റ് ചെയ്യില്ല എന്നൊരു ഹോപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാനൊരു പുതിയ ബിഗിനിങ് കാണുന്നുണ്ട്. ചിലവർക്ക് ഇതൊരു പുതിയ ജോലിയാവാം. നിങ്ങളെ പാസ്റ്റിൽ നിങ്ങളുടെ ഒരു ജോലി നഷ്ടപ്പെട്ടു വെച്ചാൽ അതൊരു ഷോക്കായിരുന്നു നിങ്ങൾക്ക്, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായില്ല, നിങ്ങൾ ഫിനാൻഷ്യലി പ്ലാൻ ചെയ്തില്ല അതിന് വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ കുറച്ച് മാസം വരെ ജോലി ഇല്ലാണ്ട് ഇരിക്കുമ്പോൾ ഫിനാൻഷ്യലി അതിൻ്റെ പ്ലാനിങ് ചെയ്യാനുള്ള നിങ്ങൾക്ക് സമയം കിട്ടിയില്ല. പക്ഷേ ഇപ്പോൾ കറണ്ട് എനർജിയിൽ ഞാൻ കാണുന്നത് ഒരു പുതിയ ബിഗിനിങ് ആണ്, ഒരു പുതിയ ജോലി, അതല്ല വെച്ചാൽ ഒരു പുതിയ ബിസിനസ്. ഇപ്പോൾ ഇത് റൊമാൻറ്റിക് ആണ് വെച്ചാൽ ഇതൊരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഫ്യൂച്ചറിൽ കാർഡ് ഞാൻ 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കാണുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾ ഈ പേഴ്സൻ്റെ കൂടെ മുമ്പോട്ട് പോകണു. ഈ സിറ്റുവേഷനിൽ നിങ്ങളുടെ എഫേർട്ടുമുണ്ട്. അപ്പോൾ ഈ 8 ഓഫ് സോഡ്സ്, അപ്പോൾ ഇവിടെ ഒരു മിക്സ്ഡ് എനർജിയാണ് ഞാൻ കാണുന്നത്. ഓക്കെ, 3 ഓഫ് പെൻറ്റിക്കിൾസ് ആക്ച്വലി എഫേർട്ട് ഇടുന്ന എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് എഫേർട്ട് ഉണ്ട്, പക്ഷേ അതുണ്ടായിട്ടും നിങ്ങളുടെ എനർജി കുറേ സ്റ്റാഗ്നൻ്റ് ആണ്. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ആക്ച്വലി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കുറേ സ്റ്റാഗ്നൻ്റായി ഫീൽ ചെയ്യണു. നിങ്ങൾക്ക് അറിയില്ല എന്താ വേണ്ടത്, എന്താ ചെയ്യണ്ടേ, നിങ്ങൾ സ്റ്റക്കായി ഫീൽ ചെയ്യണു. നിങ്ങൾക്ക് പാസ്റ്റിന് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല. പാസ്റ്റിൻ്റെ പേഴ്സണിനെ മൂവ് ഓൺ ചെയ്യാൻ പറ്റാണ്ടേ അല്ല, പക്ഷേ ഒരു പേടിയുണ്ട് മനസ്സിൽ. എന്നുവെച്ചാൽ ഈ പുതിയ ബിഗിനിങ്ങും ശരിയാവോ, എല്ലാം ശരിയായി നടക്കോ, അത് അറിയാത്തതുകൊണ്ട് നിങ്ങൾക്കൊരു പേടി. 9 ഓഫ് കപ്സ് ഒരു ഫ്രീഡംഡ് എനർജിയാണ്, ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ, ഈ പുതിയ ബിഗിനിങ്, അതിൽ നിങ്ങൾ ഹാപ്പിയാണ്, പക്ഷേ എവിടെയോ മനസ്സിലൊരു പേടിയുണ്ട്. അതിൻ്റെ കാരണം നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റില്ല, മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ആ ധൈര്യമില്ല. 3 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം. നിങ്ങളുടെ ചാലഞ്ച് എന്താ വെച്ചാൽ പാസ്റ്റ് സിറ്റുവേഷനിൽ മൂവ് ഓൺ ചെയ്യുക. ഇവിടെ ഡിസപ്പോയിൻമെൻ്റ് എനർജിയാണ്, ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ പാസ്റ്റിൻ്റെ കാര്യം നിങ്ങളെ കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻറ്റ് ചെയ്തു. നിങ്ങളുടെ ഇടയ്ക്ക് നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഡിപ്രഷനും കൂടി ഉണ്ടായി. കുറേ ഹാർട്ട് ബ്രേക്കാണ് ഞാൻ കാണുന്നത്. കുറേ വിഷമം ഉണ്ടായി നിങ്ങൾക്ക്. ആ പാസ്റ്റ് പേഴ്സണെ നിങ്ങളെ എങ്ങനെയോ ഒരു സിറ്റുവേഷനിൽ ചതിച്ച മാതിരി. ഓക്കെ, അങ്ങനത്തെ എനർജി, ഒരു ചതിയാണ് ഞാൻ കാണുന്നത്. ഇവിടെ ഒരു ബിട്രിയൽ, എന്തോ ഒരു സീക്രട്ട് പുറത്ത് വന്നപ്പോൾ ആ കാര്യം നിങ്ങൾ അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു ഷോക്കായിപ്പോയി. ഇവിടെ ചിലവർക്ക് ഇതൊരു മാരേജിൻ്റെ സിറ്റുവേഷൻ ആയിരുന്നു, ഒരു ഡിവോഴ്സ് ഞാൻ ഇവിടെ കാണുന്നുണ്ട്, ഒരു എഫെയർ ഉണ്ടായിരുന്നു വേറെ ആ മറ്റേ പേഴ്സൻ്റെ. അതൊക്കെ നിങ്ങൾ അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒരു ട്രസ്റ്റ് ഇല്ലാത്ത എനർജിയിലാണ് നിങ്ങൾ ഇപ്പോൾ. അതാണ് നിങ്ങൾക്ക് അതിന്ന് പുറത്ത് വരിക പറഞ്ഞാൽ കുറേ സമയം എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കുറേ എഫേർട്ട് എടുക്കുന്നുണ്ട്. അത് ഈസി അല്ല. ആദ്യം നിങ്ങളുടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും ഈസി അല്ല. 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ അഡ്വൈസ്. യൂണിവേഴ്സ് നിങ്ങളോട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്താ നിങ്ങൾക്ക് ചെയ്യേണ്ടത് വെച്ചാൽ, എത്രയും സമയം എടുക്കണം വെച്ചാൽ നിങ്ങൾ ആ സമയം എടുക്കുക, ഹീൽ ചെയ്യുക. ഇതിൽ ഒരു കോമ്പറ്റീഷൻ ഒന്നും അല്ല. അത് ഇത്രയും സമയത്ത് ഹീൽ ചെയ്യണം തന്നെ ഉണ്ട് എന്ന് അങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ അല്ല ഇത്. നിങ്ങൾക്ക് സമയം എടുക്കണം വെച്ചാൽ ആ സമയം എടുക്കുക. ഇവിടെ നിങ്ങൾ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് നിങ്ങൾക്ക് ആ വിഷമം ഉണ്ടാവുന്നത്. അത് ആ പേഴ്സൺ എൻ്റെ കൂടെ ഇങ്ങനെ ചെയ്തു പോയിന്ന്. പക്ഷേ അത് യൂണിവേഴ്സ് പറയണത് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യരുത്. എന്നുവെച്ചാൽ പാസ്റ്റിൻ്റെ കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല. അതുണ്ടായി. ഇപ്പോൾ അതിനെ അത്ര മനസ്സിൽ വെക്കാണ്ട് ഹീൽ ചെയ്യാൻ നോക്കുക, ബാലൻസ് കൊണ്ടുവരാൻ നോക്കുക നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ എനർജിയിൽ. 5 ഓഫ് സോഡ്സ് ആണ് ഹിഡൻ ഫാക്ടർ. അപ്പോൾ ഹിഡൻ ഫാക്ടറിൽ തന്നെ ഞാനൊരു എഫെയർ ആണ് കാണുന്നത്, ഒരു തേർഡ് പാർട്ടി. അപ്പോൾ ഒരു തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് ഇവിടെ ഡെഫിനറ്റ്ലി ഉണ്ട്. ഓക്കെ, ഒരു കാർഡല്ല, കുറേ കാർഡ്സാണ് അത് പറയണത് ഇവിടെ. സ്ട്രെങ്ത് ഇവിടെ ലിയോ എനർജി,
നിങ്ങളോട് യൂണിവേഴ്സ് സ്ട്രോങ് ആയിട്ട് ഒരു ബോൾഡായി ഡിസിഷൻ എടുക്കാമെന്നാണ് പറയണത്. ഈ ചാലഞ്ചസ് ഉണ്ടാവുമ്പോൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കുക. കിങ് ഓഫ് പെൻറ്റക്കിൾസ് ഒരു ടോറസ് എനർജിയും ഞാനിവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൻ്റെ എനർജി ആയിരിക്കാം ടോറസ്, അതല്ലച്ചാൽ വരാൻ പോണ പേഴ്സൻ്റെ എനർജിയും ടോറസ് ആവാം. കുറേ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ. അപ്പോൾ പേടിക്കാനില്ല, ഇത് അല്ലാണ്ട് വേറെ ആൾക്കാരും നിങ്ങളുടെ ലൈഫിലുണ്ടാവും, കുറേ ഓപ്ഷൻസും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വേറെ ആരും വരില്ല എന്ന് അങ്ങനത്തെ ഒരു പേടി ഉണ്ടെച്ചാൽ അത് വേണ്ട. ഔട്ട്കം 10 of swords. അപ്പോൾ ഔട്ട്കമ്മിൽ തന്നെ ബിട്രിയലാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ ടയേർഡാണ്, ഈ ബിട്രിയൽ ഉണ്ടായി, നിങ്ങളുടെ ലൈഫിലൊരു ചതി ഉണ്ടായി, അതുകൊണ്ട് നിങ്ങൾ കുറേ ഡിസപ്പോയിൻറ്റഡ് ആണ് ഈ മാസം. ഈ സിറ്റുവേഷനിൽ ഏതോ ഒരു പേഴ്സൺ വേറെ ഒരു പേഴ്സണിന് അവരുടെ എഫേർട്ട് തരുന്നുണ്ടായിരുന്നു, അവരുടെ എനർജി വേറൊരു പേഴ്സണിന് വേണ്ടിയിട്ടായിരുന്നു അവർ കൊടുക്കുന്നുണ്ടായിരുന്നത്. 7 of Pentacles, 4 of Wands. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആണ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്, ഒരു കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ മാരേജ്, ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ മാരേജ് ഉണ്ടായിരുന്നു, പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതല്ലച്ചാൽ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു വെയിറ്റിംഗ് എനർജിയാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ ക്വീൻ ഓഫ് സോഡ്സ്, കിങ് ഓഫ് സോഡ്സ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി ഒരു ഡിവൈൻ പെയർ ഉണ്ട്. പക്ഷേ ഈ സമയത്ത് ഈ മാസം ഈ സിറ്റുവേഷനിൽ കുറേ ചാലഞ്ചസ് ഉണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല അത് ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ എഫേർട്ട് ഇടണോ ഇടണ്ടേന്ന്. ആ തീരുമാനം നിങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാവാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജ്? അപ്പോൾ ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് ജെമിനായി ഉണ്ട്, അക്വേറിയസ് ഉണ്ട്, ടോറസ്, അക്വേറിയസ്, ലീബ്ര, ജെമിനായി ആണ് കൂടുതലായി കാണുന്നത് ഇവിടെ സൈൻസ്. ആൻഡ് ടോറസ് ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്, റൊമാൻസ്. അപ്പോൾ ഒരു പുതിയ പേഴ്സൺ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ലൈഫിൽ വരും. ദർ ഇസ് സംതിങ് ബെറ്റർ. അപ്പോൾ യൂണിവേഴ്സും പറയണത് എന്താ വെച്ചാൽ കറൻറ്റ് സിറ്റുവേഷനെക്കാട്ടിലും ബെറ്ററായി സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട്, ബെറ്ററായി ചോയ്സ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ് സ്കോർപ്പിയോ. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ ബുക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ എനർജി നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അത് അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.